പ്രിയ പ്രേക്ഷകരെ, ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് TS ശങ്കരൻ ഭട്ടതിരിപ്പാടാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഇടത്തറ തെക്കേടത്തുമനയിലെ TS ശങ്കരൻ ഭട്ടതിരിപ്പാട് നല്ലൊരു എഴുത്തുകാരനാണ്, നല്ലൊരു ഗായകനാണ്, നല്ലൊരു വാഗ്മിയാണ്. അദ്ദേഹമാണ് നമ്മളോട് കുറച്ചു നേരം സംസാരിക്കുന്നത്. വലിയ സ്വാഗതം സാറേ, വലിയ സന്തോഷം. അങ്ങേപ്പോലൊരു മനുഷ്യനെ നമുക്ക് പടവുകളിലേക്ക് കിട്ടുക പറഞ്ഞാൽ തന്നെ പുണ്യാണ്. അങ്ങയുടെ ഒരു ദൈവഭക്തനായതുകൊണ്ട് അങ്ങയുടെ ഈശ്വര കൃപ അല്ലേ, ദൈവാധീനം. അങ്ങയുടെ ഒരൊറ്റ നമുക്ക് പറയാം, പറയൂ നിൻ ഗാനത്തിൻ എന്ന് പറയുന്ന ഒരു മനോഹരമായ ഗ്രന്ഥമുണ്ട്. അത് അങ്ങയുടെ ഒരു വലിയ ഗ്രന്ഥമാണ്, പറയൂ നിൻ ഗാനത്തിൻ. അതിനൊരു പശ്ചാത്തലം എങ്ങനെയായിരുന്നു? ശരിക്ക് പറയുന്നതിൻ ഗാനത്തിൽ നിന്നുള്ളതേ, ഞാനിത് ശരിക്കും എനിക്ക് വയലാറിൻ്റെ ആപ്റ്റായിട്ടൊരു ഇത് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ നമ്മുടെ ONV സാർ, ONV കുറുപ്പ്, അദ്ദേഹം ഭയങ്കര മഹാനായിട്ടൊരു ഇതാണ്. അദ്ദേഹം ഒരു ലളിതഗാനം എഴുതിയിട്ടുണ്ട്, പറയൂ നിൻ ഗാനത്തിൽ. പറയൂ നിൻ ഗാനത്തിൽ നുകരാത്ത തേനിൻ്റെ മധുരിമയെങ്ങനെ വന്നു. അതൊന്നാണ് ഞാൻ ആ ഇത് എടുത്തിരിക്കുന്നത്. തലക്കെട്ട് ശീർഷകം തെരഞ്ഞെടുത്തത് ONV കുറിപ്പിൽ നിന്നാണ്. അതെ, അതാണ്. അല്ല, അതിപ്പോൾ അതാണ് എൻ്റെ മനസ്സിലപ്പോൾ വന്നത്. അപ്പോൾ അത് ഞാൻ എടുത്തു. ഈ വയലാറിൻ്റെ ഗാനങ്ങളെ കുറിച്ച് വളരെ സമഗ്രമായി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. എല്ലാ ഗാനങ്ങളും പല കവികളും അങ്ങയെ വിളിച്ച് പ്രശംസകൾ ചൊരിഞ്ഞിട്ടുണ്ട്. ധാരാളം ആളുകൾ, ഞാൻ അറിയുന്നവരും അറിയാത്തവരുമായ ധാരാളം കവികൾ TS ഭട്ടതിരിപ്പാടിനെ വിളിച്ച് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അതിലെ പല ഉജ്ജയിനിയിലെ ഗായിക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് കാളിദാസന്റെ കൃതികളാണത്. ഉജ്ജയിനിയിലെ ഗായിക ഈ കടൽപ്പാട് എന്നുള്ള സിനിമയിലാണത്. സത്യൻ ഷീലയൊക്കെ അഭിനയിച്ച ആ സിനിമയിൽ ഷീല എന്നുള്ള കഥാപാത്രം പാടുന്ന പാട്ടാണത്. അതിൽ വേറൊരു ഭംഗിയും കൂടിയുണ്ട്. അവരാ പാട്ട് പാടുന്നത് ശരിക്കും റൊമാൻറ്റിക് ഗാനാണത്. ഒരു എന്താ പറയുക, ഒരു കാൽപ്പനിക ഗാനമാണ്. പക്ഷേ വയലാർ അത് കാളിദാസൻ്റെ റൊമാൻറ്റിക് കവിയാണല്ലോ, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ വയലാർ അത് ഈ രണ്ടും കൂടിയിട്ട് അങ്ങോട്ട് കൂടി ചേർത്തിട്ട്, പക്ഷേ അതിൽ ദേവരാജൻ മാഷയുടെ കോൺട്രിബ്യൂഷൻ നല്ലോണ്ട്, നമ്മുടെ സാക്ഷാൽ സംഗീത സംവിധായകനെ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഒരിക്കൽ ചോദിച്ചു വയലാർ ദേവരാജനോട് ചോദിച്ചു. ദേവരാജൻ മാഷാണ് ഏതാണ്ട് 150ഓളം സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ഒരു 400, 600, 500 ഗാനങ്ങൾ വയലാറിൻ്റെ ദേവരാജൻ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ദേവരാജനായിട്ടുള്ള ഒരു ഇതിൽ ചോദിച്ചു, ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ ചോദിച്ചു, അല്ല സാറിപ്പോൾ അനവധി ആൾക്കാർ ഭാസ്കരൻ മാഷ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് സാറ്. അപ്പോൾ പക്ഷേ ഏറ്റവും അധികം ഒരു എന്താ പറയുക, ഒരു ഭംഗി അല്ലെങ്കിൽ ഒരു പൊലിമ കിട്ടുന്നത് വയലാറായിട്ടുള്ള ഇതിലാണ്, ഒരു കോമ്പിനേഷനിലാണ്. വയലാർ ദേവരാജൻ കോമ്പിനേഷൻ ആണല്ലോ. അതിൻ്റെ എന്താ ഒരു ചോദിച്ചു, അതിൽ എന്തായാലും ഒരു മാജിക്കാ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയും, അത് മാജിക്കൊന്നും അതിലില്ല. വയലാറിൻ്റെ ഗാനം നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ സംഗീതം ഉണ്ടെന്ന്. വയലാറിൻ്റെ ഗാനങ്ങളിൽ സംഗീതമുണ്ട്, ഞാനത് കണ്ടുപിടിച്ചതന്നേ ഉള്ളൂ എന്ന് പറയും. എത്ര വലിയൊരു. അതെ, ഇപ്പൊ നോക്കുമ്പോ ഉജ്ജയിനിലെ ഗായിക, അതില് കാളിദാസന്റെ എല്ലാ കൃതികളും അതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങ് തന്നെ പറയാറുണ്ട്, മേഘസന്ദേശം, വിക്രമോർവശീയം, മാളവികാഗ്നിമിത്രം, അഭിജ്ഞാന ശാകുന്തളം, കുമാരസംഭവം, ഋതുസംഹാരം, രഘുവംശം, ഇങ്ങനെ എല്ലാ കൃതികളും പ്രതിപാദിക്കപ്പെടുന്ന ഒരു ഗാനമാണ് ഉജ്ജയിനിയിലെ ഗായിക. അതൊന്നും നമുക്കൊന്ന് രണ്ടുപേരും ചൊല്ലാം. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക
ശില്പികൾ തീർത്ത കാളിദാസൻ്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശിയെന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസൻ്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശിയെന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസൻ്റെ കൽപ്രതിമയിൽ മാലയിട്ടു. യെസ്, വലിയ വലിയ സന്തോഷം സാർ. സാറൊരു നല്ലൊരു ഗായകനാണ്, എന്നോ അംഗീകരിക്കപ്പെടേണ്ട ഒരാളാണ്. ഇപ്പം നോക്കൂ, വിശ്വമാനവികതയുടെ കർഷകൻ എന്നുള്ള വയലാറിൻ്റെ തന്നെ മറ്റൊരു ഗാനം. ആ ഗാനത്തിലെ കാലത്തിൻ ഭൂമിദേവി പുഷ്പണിയായില്ലേ? അതെ അതെ, അതിലൊരു വരികളുണ്ട്, ഭൂമിദേവി പുഷ്പണിയായി അല്ലേ? അതൊരു വല്ലാത്തൊരു ആർദ്രത പുലർത്തുന്നതാണ്. ദന്തഗോപുരം തപസ്സിന് തിരയും ഗന്ധർവകവിയല്ല ഞാൻ, മൂകത മൂടും ഋഷികേശത്തിലെ മുനിയല്ല ഞാൻ, ഒരു മുനിയല്ല ഞാൻ. അതിൻ്റെ അർത്ഥം എന്താ? സാധാരണ നമ്മൾ ഈ എന്താ പറയുക കലാകാരന്മാരെ അവർക്ക് വേണ്ടിയിട്ടാണ് അവരൊക്കെ ചെയ്യുന്നത്. അല്ല, പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കീർത്തിക്ക് വേണ്ടിയിട്ടോ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും. പക്ഷേ ഇത് അങ്ങനെ ഈ പാട്ട് പറയുമ്പോൾ അങ്ങനെയല്ല. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ദന്തഗോപുരം തപസ്സിന് തിരയും ഗന്ധർവ കവിയല്ല ഞാൻ. ദന്തഗോപുരം പറയാൻ എവിടെയെങ്കിലും അടച്ചിരുന്നിട്ട് ഞാൻ ചെയ്യില്ല, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാണ്. അതാണ് ദന്തഗോപുരം തപസ്സിന് തിരയും ഗന്ധർവ കവിയല്ല ഞാൻ, മൂകത മൂടും ഋഷികേശത്തിലെ മുനിയല്ല ഞാൻ, ഒരു മുനിയല്ല ഞാൻ. അങ്ങനെയുള്ള ഋഷികേശ്വരനല്ല ഞാൻ. അതായത് എൻ്റെ ആൾക്കാർ, എൻ്റെ ആസ്വാദകരെ അല്ലെങ്കിൽ ഞാൻ കടപ്പെട്ടവർ ജനങ്ങളോടാണ്. അതാണ് ആ 4 വരിയുടെ. തീർച്ചയായും അദ്ദേഹത്തിന്റെ കവിതകളും വലിയതാണ്. അശ്വമേധമൊക്കെ എത്രയോ അയ്യോ അല്ലേ പറയല്ല. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, മാർഗം മുടക്കുവാൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഭയങ്കര ഡൈനാമിക് അല്ലേ? എന്താ ധിഷണ, എന്താ പറയാ, ഡൈനാമിക്കാണ് ആ ധിഷണാശക്തി. പിന്നെ എന്താ പറയേണ്ട അറിയില്ല. അദ്ദേഹത്തിനെ കയറഴിച്ച് വിട്ടിരിക്കുകയാണ് ശരിക്കും ഈ ആകാശവാണിയുടെ. ആരും പിടിച്ചു കെട്ടിയിട്ടില്ല വയലാർ രാമവർമ്മ. അതാണ് ശരിക്കുള്ളത്. അത് വായിക്കുമ്പോൾ നമുക്ക് താങ്കൾ പറഞ്ഞത് വളരെ ഇതാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ എത്ര ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സാക്ഷാൽ വിക്രമൻ നായർ നാടക അദ്ദേഹം മരിച്ചപ്പോൾ വയലാറായിട്ട് വളരെ ബന്ധമാണ്. അപ്പോൾ വയലാർ അപ്പോൾ ഒരു തിലോദകം പോലൊരു ഇതെഴുതി. ഈയിലൊരു ഇന്ദ്രധനുസ്സുമായി മാനത്ത് പെയ്യുവാൻ വന്ന തുലാവർഷമേഘമേ, കമ്മട നക്ഷത്ര രചനയിൽ ഇന്നലെ കണ്ടുപോകുന്ന എൻ്റെ രാജഹംസത്തിനെ. പിന്നെ വരികളുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടോ, വയലാർ ഇദ്ദേഹം മരിച്ചപ്പോൾ, വിക്രമൻ നായർ മരിച്ചപ്പോൾ എഴുതിയ കവിതയാണത്. അതായത് തുലാമാസത്തിലാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം മരിച്ചത് തുലാമാസത്തിലാണ്. അതാണ് വയലാർ എഴുതിയത്. കയ്യിലൊരു ഇന്ദ്രധനുസ്സുമായി മാനത്ത് പെയ്യുവാൻ വന്ന തുലാവർഷമേഘമേ, കമ്ര നക്ഷത്ര രചനയിൽ ഇന്നലെ കണ്ടുപോ നീ എൻ്റെ രാജഹംസത്തിനെ. അപ്പോഴേക്കും അവിടെ എത്തി വിക്രമൻ നായർ. എൻ്റെ ആളെ ഇവിടെ കണ്ടു എന്നാണ് ചോദിക്കണത്. എൻ്റെ സുഹൃത്തിനെ കണ്ടുവോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അതൊരു ഞാൻ സാധാരണ രാത്രിയാണ് വൈഫ് സഹായിക്കട്ടോ. വൈഫാണ് ശരിക്കും എന്നെ സഹായിക്കണത്. അല്ല, രാത്രി എനിക്ക് ചിലപ്പോൾ രാത്രി എനിക്കത്ര പ്രതിഭ എന്നുള്ള ആളൊന്നുമില്ല അവിടെ പറയാം. രാത്രി ചിലപ്പോൾ 1 മണിക്കാകുമ്പോഴാണ് ഞാൻ ഉണരുക. അപ്പോഴാണ് എനിക്ക് വയലാറ് എന്നെ ബാധിക്കുക ശരിക്കും. അപ്പം ഇരുന്നിട്ട് എഴുതും. അപ്പം നോക്കും. അപ്പം പിന്നെ കുറച്ച് എഴുതും. അങ്ങനെ 6 മാസം എടുത്തു അത് എഴുതി തീർക്കാൻ. ഇപ്പോഴത് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇനി കാണാതെ കിടക്കുന്നുണ്ട്. വയലാറിനെ നമ്മൾ പഠിച്ചിട്ടില്ല, ആരും പഠിച്ചിട്ടില്ല വയലാറിനെ. അപ്പോൾ നമ്മുടെ TS ശങ്കരൻ ഭട്ടതിരിപ്പാട് ഒരു ഗാനത്തിനോട് വലിയ അഭിനിവേശം പുലർത്തുന്ന ആളാണ്. വയലാറിനെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ദേവരാജ മാഷെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അങ്ങനെ സംഗീതജ്ഞരെ മുഴുവൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു നല്ല സംഗീത പ്രേമി കൂടിയാണ് ശ്രീ TS ശങ്കരൻ ഭട്ടതിരിപ്പാട് തെക്കേടത്തുമന. അദ്ദേഹത്തിൻ്റെ ഇപ്പം ഞാൻ അദ്ദേഹത്തിനെ കൂടി ചോദിച്ചു, അദ്ദേഹം നമ്മുടെ കേരളമാക്കിയ മഹാനായ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ EMSൻ്റെ കുടുംബക്കാരനാണ്. ആ കാര്യം എങ്ങനെയാണ്? EMSൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുടെ മകൻ EMSൻ്റെ. അതുപോലെ
എൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ് EMSന്റെ പത്നി. ഹരിയാന്തർജനം. അങ്ങനെ 2 ബന്ധമുണ്ട്. 2 ബന്ധങ്ങളുണ്ട്. EMSുമായി കുടുംബവുമായി വളരെ നല്ല ബന്ധം, വളരെ അടുത്ത ബന്ധം. ഇല്ലത്തുപോകാറുണ്ട്. അനിയട്ടനൊക്കെ മരിച്ചു. ഞാൻ വേറെ കഥയുണ്ട്, അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ അദ്ദേഹം അനിയേട്ടൻ പിന്നെ ഇവിടെ വെച്ചാണ് മരിച്ചത്. ശശി മരിച്ചു, ഇപ്പൊ മാലദ്വീപിലും മരിച്ചു. ഇപ്പൊ രാധോപ്പിളും അവര് മാത്രം. 50,000 പറ പാട്ടം നെല്ലായി ലഭിക്കുന്ന വലിയ മന, ഏലംകുളം മന. ആ ഏലംകുളം മനയിലെ അനുഭവങ്ങൾ ഏറെ ഹൃദയപൂർവ്വം മനസ്സിലാക്കിയിട്ടുള്ള TS ശങ്കരൻ ഭട്ടതിരിപ്പാടാണ് നമ്മോട് കൂടെ ഉള്ളത്. പറയൂ സാർ, പറയൂ. അല്ല, അപ്പം അതാ 50,000 അതോ എന്താ, അതല്ല, അതാ അത് വേറൊരു ഇതിൽ വേറൊരു പ്രശ്നമുണ്ട്. നമ്മളെ പ്രശ്നമല്ല, EMS കല്യാണം കഴിച്ചിരിക്കുകയാണെങ്കിൽ അത് കോട്ടയത്ത് തിരുവിതാംകൂറിലെ ഏറ്റവും സമ്പന്നന്മാര്, കുടമാളൂർ തിരുവിതാംകൂർ രാജാവിന്റെ പ്രജകളാണ്, തെക്കേടത്ത് മനക്കാര്. അവിടുന്നാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത്. അതൊന്ന്. അപ്പോൾ മറ്റേ സ്ഥലത്ത് നിന്ന് ഏലംകുളം മന പറയുമ്പോൾ അതും ഒന്ന് വള്ളുവനായിട്ടുള്ള ഏറ്റവും സമ്പന്നമായിട്ടുള്ളതും ഏറ്റവും അധികാരമുള്ളൊരു മന, പ്രാമാണികതയുള്ള മന. അതെ. മറ്റത് തിരുവിതാംകൂറിലെ ഏറ്റവും സമ്പന്നതയും പ്രാമാണികതയുള്ള മന. അങ്ങനെയുള്ള ഒരു മനയ്ക്കുന്നാണ് വേളി കഴിച്ചതും അദ്ദേഹത്തിന്റെ ജനനവും. അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് അദ്ദേഹം ഇതിനെ പാവങ്ങളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സാധുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത്. അത് വലിയൊരു പാഠം തന്നെയാണ്, എല്ലാവർക്കും വലിയൊരു പാഠമാണ്. നമ്മൾ എന്തായാലും പറയണമെന്ന് എനിക്ക് അറിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മാനവികത പറയാൻ പറ്റുമോ? തീർച്ചയായും പറയാം. 57 മന്ത്രിസഭ പിരിച്ചു വിട്ടു, താങ്കൾക്ക് അറിയാമോ? 57 മന്ത്രിസഭ തിരിച്ചു വിട്ടപ്പോൾ ഭയങ്കര, അന്ന് ഇതൊന്നുമില്ല, എന്താ പറയുക, റേഡിയോ മാത്രമേ ഉള്ളൂ. പിരിച്ചു വിട്ടപ്പോൾ അത് അധാർമികമാണെന്ന് EMS പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, TV തന്നെ എം ഗോവിന്ദൻ നല്ല നിഷ്ഠയാണ്, അത് അധാർമികമാണ്. പക്ഷേ അതങ്ങനെ പറയാനൊരാളേ ഉള്ളൂ. കാരണം EMS മാത്രമേ EMS ആണല്ലോ ഇതിൻ്റെ പറയേണ്ടത്, മുഖ്യമന്ത്രി. അപ്പം അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ജാഥയുണ്ടായിരുന്നു. അതിനും പുറമെ അത് എക്സ്പ്ലെയിൻ ചെയ്യണം, ഈ പിരിച്ചുവിട്ടത് അധാർമികമാണ്, അല്ലാണ്ട് അദ്ദേഹമാണ് പ്രസംഗിക്കാനുള്ളത്, വേറെ ആരും ഇല്ല. വിശദീകരണ യോഗത്തിൽ അദ്ദേഹമാണ്. അപ്പൊ എൻ്റെ അമ്മയായിട്ട് EMS ഭയങ്കര ബന്ധമല്ലേ. കാരണം എൻ്റെ അമ്മയുടെ ജനറേഷനിലെ ആദ്യത്തെ മകളാണ് അമ്മ, ദേവികാന്തർജൻ. മൂത്ത മകന്റെ മകളാണ് അമ്മ. അപ്പൊ ആ ഒരു വാത്സല്യം ഉണ്ട് EMSന്. അച്ഛനാണെങ്കിൽ രാഷ്ട്രീയം കൊണ്ട് ചെറിയതില്ല, അത്ര വലിയ കോൺഗ്രസ് ആണ്, അടിയറച്ച കോൺഗ്രസ് ആണ്. പക്ഷെ വേറെ ഒന്നുമില്ല, മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ് ആണ്, കമ്മ്യൂണിസ്റ്റ് അല്ല, ഒട്ടും കമ്മ്യൂണിസ്റ്റ് അല്ല. അതിനെ പറ്റി ഞാൻ പിന്നെ വരാം. അയ്യോ, കോൺഗ്രസ് ആണെന്നുള്ളൊരു ഉപരി അച്ഛൻ ഈ നമ്പൂരി സമുദായത്തിലും കുറച്ചൊരു റബലാണ്. റബലല്ല, അച്ഛനല്ല റബല്, മറ്റവനാണ് റബൽ. അച്ഛൻ കുറച്ച് ദാഹദാസികനാണെന്ന് എല്ലാവരും പറയാം. കാരണം അപ്പോൾ ആ കഥയില് EMS 57 ഈ പിരിച്ചു കിട്ടുമല്ലോ. 57 EMS കുന്നംകുളത്ത് ജവഹർ സ്ക്വയർ ഉണ്ട്. ഞങ്ങളുടെ അടുത്ത് 10 കിലോമീറ്ററേ ഉള്ളൂ. കുറച്ച് ദൂരമേ ഉള്ളൂ, 10 കിലോമീറ്ററേ ഉള്ളൂ. അന്ന് പിരിച്ചു വിട്ടപ്പോൾ EMS ആണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു എഴുത്തച്ഛനുണ്ട്, ഒരു അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, കാര്യസ്ഥനാണ്. അപ്പോൾ അദ്ദേഹമാണ് എല്ലാം അറിയാം. ഈ ചെറിയൊരു റേഡിയോൻ്റെ ഒരു പോലെയാണ്, അതായത് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ പറഞ്ഞു, പിന്നെ തമ്പുരാൻ അങ്ങനെ ഇദ്ദേഹം വരുന്നുണ്ടല്ലോ, വരുന്നുണ്ട്, ജവഹർ സ്ക്വയറിലെ, അതെ, ആ കുന്നംകുളത്ത് വരുന്നുണ്ടല്ലോ. അപ്പം അച്ഛൻ പറഞ്ഞു, അതെ. അപ്പം അമ്മ അവിടെ നിൽക്കണ്ട, അമ്മയ്ക്ക് രാഷ്ട്രീയമൊന്നുമില്ല, വളരെ പരിശുദ്ധ അമ്മയ്ക്ക്. അപ്പം അമ്മയ്ക്ക് അപ്പൻ എന്നാണ് പറയുന്നത്, ഞങ്ങളുടെ ചെറിയച്ഛന് അപ്പൻ നമ്പൂതിരി. അതെ അതെ, അതെ, ബന്ധാവ് അപ്പൻ എന്നാ പറയാം. മറ്റേ അപ്പൻ ഞങ്ങളെ അപ്പൻ, ഞാൻ മുത്തപ്പൻ. അപ്പം അമ്മ പറഞ്ഞു, അപ്പനെ ഒന്ന് കാണേണ്ട തിരക്കല്ലേ അറിയും. അപ്പം ഞങ്ങളുടെ എഴുത്തച്ഛനുണ്ട്, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, പഞ്ചായത്ത്. അപ്പം അച്ഛൻ പറഞ്ഞു, ഇപ്പോഴൊന്നും കാണാൻ പറ്റില്ല, കാരണം എത്ര മീറ്റിങ്ങുകൾ, അനവധി മീറ്റിംഗ് കഴിഞ്ഞിട്ടാണല്ലോ അദ്ദേഹം വരുന്നത്. അത് കഴിഞ്ഞാൽ കൂറ്റനാട്, പട്ടാമ്പി ഒക്കെ വേണ്ടേ. അപ്പോൾ അന്ന് പറ്റില്ല. അപ്പം അമ്മ പറഞ്ഞു, അല്ല അപ്പം അമ്മ പറഞ്ഞു, എനിക്കൊന്ന് കാണുന്നുണ്ട്. അപ്പം അമ്മയ്ക്ക് ഉറപ്പുണ്ട് EMS അമ്മ ആവശ്യമായിട്ടാ വരുന്നത്. ഞാൻ ആ ബന്ധത്തിനെ പറ്റി പറഞ്ഞു കേട്ടോ. അമ്മയ്ക്ക് ഉറപ്പുണ്ട് വരുന്നുള്ളത്. പിന്നെ അമ്മയ്ക്ക് രാഷ്ട്രീയമൊന്നും ഇല്ല. അപ്പോൾ അമ്മയ്ക്ക് അറിയില്ല, എൻ്റെ പ്രാക്ടിക്കൽ സൈഡ് അമ്മയ്ക്ക് അറിയില്ല. അപ്പോൾ എഴുത്തച്ഛൻ പറഞ്ഞു, എഴുത്തച്ഛൻ അമ്മ വലിയ തമ്പുരാട്ടി എന്നാ പറയാം. അല്ല, അവരുടെ ആഗ്രഹമല്ലേ,
ഒരു എഴുത്ത് തരാൻ പറഞ്ഞു അച്ഛനോട്. അപ്പൊ അച്ഛൻ EMS എഴുത്ത് കൊടുത്തു. EMS അങ്ങനെ അല്ല പേഴ്സണലായിട്ട് EMS കാണാൻ തൊക്കെ എഴുത്ത് കൊടുത്തു. അല്ലെങ്കിൽ പറ്റില്ലല്ലോ, കാണാൻ പറ്റില്ല. ധാരാളം ആളുകളല്ലേ ജവഹർ സ്ക്വയർ 10 മണിയാകുമ്പോഴേക്കും നിറഞ്ഞു കഴിഞ്ഞു. അതെ. അപ്പൊ എഴുത്തച്ഛൻ അവിടെ AS നമ്പീശൻ ഞങ്ങളുടെ MLA, ഞങ്ങളുടെ MLA ആണ്, വടക്കാഞ്ചേരിയാണ് കേട്ടതെ, ഞങ്ങളുടെ MLA ആണ്. അപ്പൊ അച്ഛൻ്റെ ഒക്കെ വരും അവിടെ ഞങ്ങളുടെ സ്ഥലത്തൊക്കെ വരും AS നമ്പീശൻ. പിന്നെ KS നമ്പൂതിരി ഉണ്ടായിരുന്നില്ലേ? അച്ഛൻ്റെ ഫ്രണ്ടാണ് അത്, കൊഴുപ്പള്ളി കേസ്. അയ്യോ അദ്ദേഹത്തിനെ പറ്റി പറയാൻ അല്ല, അത്ര വളരെ സിമ്പിളാണ്. 2-3 തേച്ചു മതി കാട്ടമ്പല അച്ഛൻ്റെ. അപ്പോൾ പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഒരു എഴുത്ത് ഞാൻ എഴുത്ത് തരാം, അത് EMSന് ഒന്ന് എഴുത്തച്ഛൻ കൊണ്ട് കൊടുക്കൂ പറയും. അപ്പോൾ എഴുത്തച്ഛൻ ഞാൻ കൊടുക്കാൻ പറയും. എന്നിട്ട് എഴുത്തച്ഛൻ പോയി. അപ്പോഴേക്കാണ് അവിടെ M ഗോവിന്ദൻ നായർ എല്ലാവരും. അപ്പോൾ എഴുത്തച്ഛൻ പറഞ്ഞു അതെ എനിക്ക് തന്നെ പരിഭ്രമായി. ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ തന്നെ വിറച്ചു. അച്ഛനോട് പറയുകയാണേ. എന്നിട്ട് മെല്ലെ ഒരു EMS പ്രസംഗിക്കാൻ നോക്കുമ്പോൾ EMS അവിടെ വെച്ചു എഴുത്ത്. വളരെ പേടിച്ചിട്ട് AS നമ്പീശൻ പറഞ്ഞു സാറില്ലേ AS നമ്പീശനോട് പറഞ്ഞു EMS പ്രസംഗിച്ചു. EMS എഴുത്തെടുത്ത് നോക്കി അവിടെ വെച്ചു പ്രസംഗിച്ചു. ഒരു 15-20 മിനിറ്റ് പ്രസംഗിച്ചു. അപ്പോൾ പറഞ്ഞു എന്താ ഇപ്പം ചെയ്യേണ്ടത്? അടുത്ത് പട്ടാമ്പിയാണ് എൻ്റെ തീയതി എന്ന് പറയാം. അമ്മ തീയതി പറഞ്ഞ് എനിക്ക് നിഷേധിക്കാനും വയ്യ. എന്നിട്ട് ഏസനോട് പറഞ്ഞു ഏസൻ ഒരു അപ്പോഴേക്കും 11 മണിയായി. ഞങ്ങളുടെ അവിടെ നിന്ന് കറണ്ടൊന്നുമില്ല. 67 പറഞ്ഞ ആ കാലത്ത് ഒന്നുമില്ല. അപ്പോൾ കറണ്ടും ഇല്ല. അപ്പം അച്ഛൻ പറഞ്ഞു അമ്മോടെ ഇനി അദ്ദേഹം വരുന്നില്ല, ഉറങ്ങിക്കോളൂ, ഉറങ്ങാൻ കിടന്നോളൂ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു വരാണ്ടിരിക്കില്ല, അതാണ് ആ ബന്ധമാണ്. അപ്പം അമ്മ ഒന്നും മിണ്ടിയില്ല, ഇനി വരുന്നില്ല പറഞ്ഞു. അമ്മ പറയല്ല കാത്തിരുന്നു. നോക്കുമ്പോൾ അദ്ദേഹം EMS ഒരു ആലോചിക്കണം, ഇപ്പോഴത്തത് ആലോചിക്കട്ടോ, ഒരു ഗവൺമെൻറ് പോലീസ്, ബാക്കിൽ AS നബീശൻ, എഴുത്തച്ഛനും EMS 4 ആള്. അത് അന്ന് ഞങ്ങളുടെ ഇല്ല, ഞങ്ങളിപ്പം സൗകര്യമായി. അന്ന് പാടവും ഒക്കെ നീന്തി കിടക്കണേ ഞങ്ങളുടെ അദ്ദേഹം. അപ്പം അച്ഛൻ പറഞ്ഞു അമ്മോടെ അതല്ല ഞാൻ കണ്ടൊരു മാഹാത്മ്യം എന്താ വെച്ചിട്ടുണ്ടോ, അമ്മയ്ക്ക് ഉറപ്പുണ്ട് അദ്ദേഹം വരുന്ന, അദ്ദേഹത്തിന് ഉറപ്പുണ്ട് അമ്മയെ കാണണം. മുഖ്യമന്ത്രി ആവുമ്പോഴാണ് മുഖ്യമന്ത്രി അല്ല പിരിച്ചു വിശദീകരണ യോഗം ഒരു മുഖ്യമന്ത്രിയായിട്ട് ഒരു 2 ആഴ്ചയോട്ടെ എഴുതുള്ളൂ. EMS വന്നപ്പോൾ വന്ന് അമ്മയ്ക്ക് ഇപ്പം എന്താ എന്നെ അമ്മയ്ക്കും വിക്കലുണ്ട് പറയുമ്പോൾ. അപ്പോൾ തേതി എന്നാ പറയാം, ദേവിക എന്നാ ഞങ്ങളുടെ നമ്പൂരിമാരുടെ ഇടയിലൊക്കെ ദേവിക എന്നുള്ള തേതി എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ തേതി പറയേണ്ട ഞാൻ വന്നത് എനിക്ക് ഇനി അടുത്ത് പട്ടാമ്പിയാണ്, വേഗം പോകണം പറഞ്ഞിട്ട്. അന്ന് ഞങ്ങളുടെ ഈ ഗ്യാസൊന്നും ഇല്ലേ. അപ്പം അമ്മ കാപ്പി ഉണ്ടാക്കി. അത് ഈ ഗ്യാസൊന്നും ഇല്ല, ഈ വിറകൊക്കെ അങ്ങനത്തെ വിറകൊക്കെയാണ്. കാപ്പി ഉണ്ടാക്കി കുടിച്ചു. 10 മിനിറ്റ് ഇരുന്നു പോവുകയും ചെയ്തു. ആരെങ്ങനെ ഇത് ചെയ്തത്? അത് അമ്മ പറയുമ്പോൾ അമ്മയ്ക്ക് നിൽക്കുന്ന ഞാൻ തന്നെ ഇമോഷണലാണ്. അത് അത്ര പറയുമ്പോൾ അത് അമ്മ പറയാറുണ്ട്, മരിക്കുന്നവരെ പറയാറുണ്ട് അമ്മ. അത് EMSുമായി കേരളത്തിലുള്ള ജനങ്ങൾക്ക് വലിയ ആത്മബന്ധമുണ്ട്. കേരളത്തിലെ എല്ലാ ആളുകൾക്കും അങ്ങ് കുടുംബബന്ധം അതൊരു ആത്മബന്ധമായി മാറി. സാർ വേറൊരു പ്രശ്നമുണ്ട് ഇതിൽ, ഞാൻ വേറൊന്നിനും പറയാം. ഒരിക്കൽ അദ്ദേഹം EMS കുടമാളൂർ വന്നു. അതായത് ഭാര്യ വീട്ടിൽ. അപ്പോൾ ഇടയ്ക്ക് അവിടെ കൊണ്ടാക്കും. എന്നിട്ട് EMS പോവും. അദ്ദേഹം കോട്ടയത്തൊക്കെ പരിപാടിയായിട്ട് വരും. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം കൊണ്ടാക്കി പോയി. കഴിയും. അപ്പം മുത്തശ്ശിമ എന്ന് ഞാൻ പറയാം, എൻ്റെ വലിയച്ഛനുണ്ട്, അദ്ദേഹം ഞാൻ പറഞ്ഞു തിരുവാങ്കൂറിലെ രാജകുടുംബം. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഞങ്ങളുടെ ഒരു കാര്യസ്ഥുണ്ട് വടക്കലത്ത് നാരായണ നമ്പൂരി പറയും, അദ്ദേഹം അവിടുത്തെ കാര്യം നോക്കാം. EMS പോകാൻ കാലത്ത് ഒരു ദിവസം അദ്ദേഹത്തെ വിളിച്ചു. കേട്ടോ നമ്പൂരി എനിക്കൊരു 200 ഉറുപ്പിക വേണം പറഞ്ഞു അദ്ദേഹത്തോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോട് പറഞ്ഞു എന്നെ അനിയനാവില്ലേ മരിച്ചു ഞാൻ ആകെ അമ്പരുന്നു. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി 200 ഉറുപ്പിക എന്നോട് ചോദിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ അളിയനോട് ചോദിച്ചാൽ മതി. അതായത് മുത്തശ്ശിയോട് ചോദിച്ചാൽ മതി, അതായത് എൻ്റെ വലിയച്ഛനോട് ചോദിച്ചാൽ മതി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നെ കേട്ടോ. ഞാൻ അങ്ങനത്തെ എഴുതിയുള്ളൂ. അനിയ ഞാൻ എന്താ വേണ്ടത് എനിക്ക് അറിയേണ്ടേ. ഞാൻ പൈസ കൊടുത്തു, 200 ഉറുപ്പിക കൊടുത്തു. ഇത് അദ്ദേഹത്തെ വൈഫ്, അതായത് ഇതിനോട് പറയരുത് പറഞ്ഞു. അതാണ് വൈഫിൻ്റെ അച്ഛനോട്. അത് ഇമോഷണലാണ്. അപ്പോൾ പറയാനൊരു മനുഷ്യൻ. അതെ അയ്യോ അത് പറഞ്ഞു. അദ്ദേഹം EMS പ്രൂവ് ചെയ്തു. എനിക്ക് തന്നെ അത് അത് പോയിട്ട് പിന്നെ EMS പൈസ മേടിച്ച് പോയി.
എന്നിട്ട് EMS അപ്പോൾ അദ്ദേഹം പറയും ഞാൻ എന്താ ചെയ്യുക, ഏലംകുളത്ത് നമ്പൂരി മുൻ മുഖ്യമന്ത്രിയൊക്കെ 200 രൂപയോട് ചോദിച്ചാൽ അത് എടുത്ത് കൊടുത്തു കേട്ടോ. പ്രേക്ഷകരെ നമ്മൾ അറിയണം, മഹാനായൊരു മനുഷ്യൻ പിന്നെ എങ്ങനെയാണ് പൊതുപ്രവർത്തന രംഗത്ത് നിന്നിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഞങ്ങളുടെ ഇടയിൽ വലിയ സമ്പത്തിൻ്റെ ഇടയിലൊക്കെ ഈ അവസാന മാസം ഈ കണക്ക് കൊടുക്കണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം വല്യച്ഛന് കണക്ക് കൊടുക്കണം എല്ലാ മാസവും. അപ്പോൾ അദ്ദേഹം EMS 200 രൂപയെന്ന് എഴുതി. അത് കണ്ടപ്പോൾ വല്യച്ഛന് സങ്കടമായി. വല്യച്ഛൻ പറയുന്നത് അപ്പോൾ എന്താ നമ്പൂരി എന്നോട് ചോദിച്ചുകൂടെ അദ്ദേഹത്തിന്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താ പറയണ്ടെന്ന് വെച്ചില്ലേ, എന്നിട്ട് EMS തിരിച്ച് പിന്നെ ഒരു 4-5 മാസം ആകുമ്പോൾ വന്നു. EMS കൊടുത്തു പൈസ. അപ്പോൾ പറഞ്ഞു EMS വേണ്ട, പേടിക്കരുത് പറഞ്ഞിട്ടുണ്ട്. എത്ര വലിയ മനുഷ്യൻ അല്ലേ. എനിക്കത് ആലോചിക്കുമ്പോൾ എൻ്റെ രോമൊക്കെ എടുത്തു പിടിച്ച് നിൽക്കുന്നു സാർ. ഒരു വല്ലാത്തൊരു ഇത് അങ്ങനെ കഴിഞ്ഞു. അങ്ങയുടെ എഴുത്ത് ജീവിതത്തിൽ അങ്ങക്ക് വലിയ കരഞ്ഞുവെന്ന് തന്നെ പറയാം. നോക്കൂ പ്രേക്ഷകരെ, നമ്മുടെ TS ശങ്കരൻ ഭട്ടതിരിപ്പാട് മഹാനായ EMSനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും സത്യത്തിൽ എനിക്ക് കരച്ചു വരുന്നില്ല. എനിക്ക് അദ്ദേഹത്തിനോട് താങ്കളോട് ഞാൻ പറയാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എതിരഭിപ്രായങ്ങൾ കുറേ ഉണ്ട്. അദ്ദേഹം അത് ചെയ്യാൻ പാടില്ല, കാരണം റബ്ബറിന് നമ്മൾ പരിധി വെച്ചില്ല. അതെ, തോട്ടം ഭൂപരിഷ്കരണത്തിലെ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു. സാധാരണ ഭൂമി കിട്ടേണ്ട ആളുകൾക്ക് എന്നാലും കുറെ ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് കേരളത്തിൻ്റെ ഒരു എന്താ ഒരു ഭാവി ഉണ്ടാക്കിയത് EMS. അതുപോലെ ഞാൻ പറഞ്ഞത്, അത് ഞാൻ നെഗറ്റീവ് പറയില്ല. ഞങ്ങളുടെ അടുത്തൊക്കെ ആനല്ലൂർ അദ്ദേഹം ഒരാളുണ്ട്. അദ്ദേഹം പാവം, അദ്ദേഹത്തിന് 50-100 പറ കൃഷി ഉണ്ടായിരുന്നു. ഒന്നുമില്ലാണ്ട് അദ്ദേഹം ഞങ്ങളുടെ ഇവിടുന്ന് ഞങ്ങൾ പിന്നെ കുറച്ച് അരി കൊണ്ടുപോയി കൊടുത്തു ആനല്ലൂരിന്. അങ്ങനെ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും കുറെ പാവപ്പെട്ട ആളുകൾ എന്ന് പറയപ്പെടുന്നവർക്ക് ലഭ്യമായി. എന്നാലും ചില പരിഷ്കരണങ്ങളൊക്കെ വന്നു, അവരില്ലാതാക്കരുത്. അപ്പൊ ഈ റബ്ബറിന് പരിധി വെച്ച അദ്ദേഹം ലാൻഡിന് പരിധി വെക്കായിരുന്നു. അതെ, ഇനിയും ആ ബില്ലിൽ കുറെ പരിഷ്കരണങ്ങൾ വരുത്താൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ നടക്കാതെ പോയി. എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെയാണ് അങ്ങനെ തന്നെ പറയുന്നത്. നമുക്ക് സമാധാനിക്കാം, പക്ഷെ അനുഭവിക്കേണ്ടവർക്ക് അത് പറ്റില്ല. മഹാനായ EM കേരളക്കരയെ മാറ്റിമറിച്ച ഒരു മഹാമനുഷ്യനാണ്, കമ്മ്യൂണിസ്റ്റാണ്. ഈ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയാണ് ശ്രീ TS ശങ്കരൻ ഭട്ടതിരിപ്പാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നോക്കൂ, ഇല്ലങ്ങളുടെ അകത്തളങ്ങളിൽ അകപ്പെട്ട നമ്പൂതിരി യുവതികളുണ്ട്, സ്ത്രീകൾ. ആ ഒരു കാര്യങ്ങൾ എങ്ങനെ ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം. EMSന്റെ തത്തുല്യാണ്. പക്ഷെ അത് EMSനേക്കാൾ EMS നമ്മൾ രാഷ്ട്രീയത്തിൽ വന്നു, വലിയൊരു ക്യാൻവാസിൽ അദ്ദേഹം വന്നു, വലിയൊരു ഭൂമികയിൽ വന്നു അദ്ദേഹം. അതെ, അപ്പൊ ഒരു വലിയ പരിപ്രേക്ഷ്യത്തിലാണ് വന്നത്. അപ്പോൾ അത് ഏറ്റെടുക്കാനുണ്ടായത് MP ഭട്ടതിരിപ്പാടും അക്കിത്തവും VT ഭട്ടതിരിപ്പാടിനെ പോലുള്ളവരാണ്. അതിപ്പോൾ സമാന്തരമായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. സമാന്തരം തന്നെയാണ് അത്. VT ഭട്ടതിരിപ്പാടിൻ്റെയും MP ഭട്ടതിരിപ്പാടിൻ്റെയും പ്രേംജിയാണ്. പിന്നെ നമ്മുടെ ICP നമ്പൂതിരി ഇവിടെ വള്ളുവനാട് ചളവറയിലുണ്ട്. ധാരാളം പോരാളികളുണ്ട് നമ്പൂതിരി സമുദായത്തില്. അവരൊക്കെ ഇതിനു വേണ്ടി യത്നിച്ചവരാണ്. പക്ഷെ അവരുടെ ഈ താങ്കൾ പറഞ്ഞ പോലെ നമ്പൂതിരി സമുദായത്തിനാണല്ലോ അത് ശുദ്ധീകരിക്കുമ്പോൾ മറ്റേ ശ്രദ്ധ ചെലുത്താൻ പറ്റില്ല. യോഗക്ഷേമ സഭയുടെ ഒരു പ്രസംഗം തന്നെ ഓമല്ലൂർ പ്രസംഗം 1942 അന്നാണ് നമ്പൂതിരിമാര് നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ. അന്നാണ് അത് വീട്ടിലാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ EMS ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അല്ല, അത് വ്യവസായങ്ങൾ തുടങ്ങണം. ശ്രീനാരായണ ഗുരുദേവൻ പണ്ട് പറഞ്ഞു. വളരെ പ്രാക്ടിക്കലാണ് EMS പറഞ്ഞത്. അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും അതൊക്കെ പറയട്ടെ, ഈ നമ്പൂരി അവർക്ക് പരിമിതികളില്ലേ നമ്പൂരിമാർക്ക്? അതെന്താ ആലോചിക്കാത്ത നമ്മൾ? അവർ പരിമിതികളില്ലേ? ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ക്രിസ്ത്യൻസ് ചെയ്യില്ല. ഇപ്പം ഇതൊക്കെ വന്നാലും EMS നല്ല ഉദ്ദേശത്തോട് ചെയ്താലും ഇപ്പോഴും ഇല്ലേ സമൂഹത്തിൽ രണ്ട് തട്ടില്ലേ? ഈ സമൂഹത്തിലെ രണ്ട് തട്ട് ഏത് കാലത്തുണ്ട്, ശ്രേണികളുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്പൂരിമാരൊക്കെ
ഒരു ബാർ തുടങ്ങാൻ പറ്റില്ല, ഒരു ഹോട്ടൽ തുടങ്ങാൻ അല്ല അത് അങ്ങനെ ഒരുപാട് പരിമിതികളുണ്ട്. അങ്ങേ പോലുള്ള ആളുകളൊന്നും അങ്ങനെ ബാറുകള് എന്ന് പറഞ്ഞാൽ ബാറുകൾ അതൊക്കെ വേറെ ഒരു ഇതാണ്. ഞാൻ പരിമിതി വില പറഞ്ഞത് ഞങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഞാൻ നമ്പൂരിമാരെ പുറയന്നൂർ മന ദിവാകരൻ നമ്പൂരി ബന്ധുവാണ്. സിംകോ മുതലാളി ഇൻഡസ്ട്രി തുടങ്ങി EMSന്റെ പ്രസംഗം കേട്ടിട്ട് കുമാർ അയാൾ EMSന്റെ ജ്യേഷ്ഠനാണ്, അദ്ദേഹം പ്രാക്ടിക്കലാണ്. അപ്പൊ കുമാറിന്റെ അവിടെ എത്തിയില്ലേ, അവരൊക്കെ തുടങ്ങി. പക്ഷെ അതുപോലെ എല്ലാവർക്കും ഏലംകുളം മനയിൽ ആസ്തി ഉണ്ട്, നമ്പൂരിമാരൊക്കെ ആസ്തി, ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ ആസ്തി ഉണ്ടാകാൻ പറ്റുമോ? അതില്ലല്ലോ, അത് ചെയ്യാൻ പറ്റില്ല. എല്ലാ നമ്പൂരിമാർക്കും എങ്ങനെയാ പുറേന്റെ സിംകോ തുടങ്ങി, ഇവിടും തുടങ്ങി, വേറെ ഇൻഡസ്ട്രികൾ. ആനമങ്ങാട് ലോഹാശില്പി യോഗക്ഷേമ അല്ല ഞാൻ പറയണെന്ന് വെച്ചാൽ സമൂഹം, ഞാൻ ഒറ്റ കാര്യം പറയാം, നമ്പൂതിരി സമുദായം വളരെ സാത്വികമായി സമൂഹത്തെ മാറ്റിമറിക്കാൻ നല്ല ഇടപെടലുകൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അതിന് തുടക്കം കുറിച്ച ഒരു മഹാമനുഷ്യന്റെ പേരാണ്, അത് പൊതുസമൂഹത്തിനാകെ EMS VT വടതിരിപ്പാട്. തീർച്ചയായിട്ടും അതാണ് യാഥാർത്ഥ്യം. പിന്നെ എന്താ വെച്ചാൽ ഇപ്പൊ പുതിയ കാലത്തിന്റെ ഒരു പരിപ്രേക്ഷ്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ കുറേ ന്യൂനതകളുണ്ട്. എല്ലാ കാലത്തും ന്യൂനതകൾ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ അങ്ങ് പറഞ്ഞത്. ന്യൂനതകളും അങ്ങ് പറയണം, വിമർശിക്കപ്പെടേണ്ടത് വിമർശിക്കപ്പെടണം. EMS ഒരിക്കൽ ഡോക്ടർ M കുഞ്ഞാമൻ എന്ന് പറയുന്ന മനുഷ്യനോട് പറയണ്ടായി. എന്തെന്നറിയോ, കുഞ്ഞാമൻ ഡോക്ടർ M കുഞ്ഞാമൻ EMSന്റെ ഒരു കാര്യത്തെക്കുറിച്ച് വിമർശിച്ചു. അപ്പോൾ പ്രസംഗം കഴിഞ്ഞ് EMS താഴെ വന്ന് ഡോക്ടർ M കുഞ്ഞാമൻ സാറുമായി സംസാരിച്ചു. കുഞ്ഞാമ, നിങ്ങൾ വിമർശിക്കണം, ഞാൻ ദൈവമല്ലല്ലോ എന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? നിങ്ങൾ എന്നെ വിമർശിക്കണം. മഹാനായ EMS ഡോക്ടർ M കുഞ്ഞാമൻ എന്ന് പറയുന്ന മനുഷ്യനോട് പറഞ്ഞു, എന്ത്, നിങ്ങൾ എന്നെ വിമർശിക്കണം, ഞാൻ ദൈവമല്ല. തീർച്ചയായിട്ടും അത്രയും വലിയ മഹാമനുഷ്യൻ. അങ്ങനെ വിമർശിക്കുന്നത് ഭയമില്ലാതെ കേട്ടിരുന്ന ഒരു മനുഷ്യനാണ് EMS, അല്ലേ? അതെ. പിന്നെ ഞാൻ വേറൊരു പറയാം, ജ്യേഷ്ഠൻ മരിച്ച സന്ദർഭത്തില് EMSന്റെ ജ്യേഷ്ഠൻ, അതായത് എൻ്റെ അമ്മയുടെ അച്ഛൻ, അന്ന് 67-ലാണ്. അത് ഈ അതെ വേർന്ന് വിട്ടുപോയി. അത് EMS ഞാൻ പറഞ്ഞുതരാം, അത് താങ്കൾ കേട്ടിട്ടുണ്ടാവില്ല. ഏലംകുളത്ത് എല്ലാ കർക്കിടക മാസത്തിലും, ഇതെനിക്ക് നാളെ എനിക്ക് ഓർമ്മയില്ല, ഞാൻ എല്ലാ കർക്കിടക മാസത്തിലും 100 പറ അരി വെച്ച് കഞ്ഞിയുണ്ട്. കഞ്ഞി പറിച്ചോ, കഞ്ഞി കൊടുക്കും. 100 പറ, അത് ചക്കപ്പുഴുക്കും. അത് എൻ്റെ അമ്മ പറയാറുണ്ട്. ഈ 100 പറയും ചക്കപ്പുഴുക്കും എല്ലാവർക്കും കൊടുക്കും. നാട്ടിലുള്ളവർക്ക് മുഴുവൻ ഏലംകുളത്തും പെരിന്തൽമണ്ണയിലും ചെറുകരയിലും കുന്നക്കാവലി ഇരുമ്പാലശ്ശേരിയിലും എല്ലാ ഭാഗത്തും 1 കിലോമീറ്റർ ദൂരത്തുള്ള ആൾക്കാർ ബൗണ്ടറി കടവൊക്കെ നീന്തിയിട്ട് ആളുകൾ പോയിരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പലക്കാരാണ് അമ്മ. അപ്പം എൻ്റെ അമ്മ പറയാറുണ്ട്, 100 പറ ഇത് അരി വയ്ക്കും. തലേ ദിവസം ഗ്യാസൊന്നും ഇല്ലല്ലോ, തലേ ദിവസം. അപ്പം ഞാൻ അമ്മോട് ചോദിച്ചു, അമ്മ എങ്ങനെ, അമ്മയ്ക്ക് തന്നെ വാക്ക് പോലെ അങ്ങനെ അറിയില്ല. അപ്പം അയ്യോ തലേ ദിവസം തന്നെ അടുപ്പത്തിടുന്ന് പറഞ്ഞു. തലേ ദിവസം തന്നെ അടുപ്പത്തിടും. അത് ഞങ്ങളുടെ കെട്ടുണ്ട് അവിടെ, ഏലംകുളം മനയിൽ വലിയപ്പോഴുണ്ടാ കെട്ട, ഗംഭീരം കെട്ട, അവിടെയാണ് അടുപ്പത്തിടുക. അവിടെ ഇട്ടിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഈ നമ്മളിപ്പോൾ ഇപ്പൊക്കെ ബസ് വന്നിട്ടുണ്ട്, നമ്മളൊന്ന് പുളിങ്കാവ് എന്നുള്ള സ്ഥലത്ത് ഇറങ്ങി, അല്ലെങ്കിൽ ചെറുകര, അല്ലെങ്കിൽ താമസിച്ചിരുന്ന പുളിങ്കാവിലാണ് EMS പുളിങ്കാവ് താമസിച്ചത്. അപ്പം അവിടുന്ന് നടക്കണം, നീളകവും നടക്കണം, വല്ലാണ്ടൊന്നും വണ്ടിയൊന്നും ഇല്ല എന്ന്. അപ്പം ആ പുളിങ്കാവ് വരെ അന്നത്തെ ദാരിദ്ര്യം ആലോചിച്ചു അതെ അതേ പോവാ, അതിൽ പോയി, അല്ലെങ്കിൽ പാടത്ത് കൂടെ പോകും, അല്ലെങ്കിൽ റെയിൽവേ ഉണ്ടല്ലോ ഇപ്പോഴത്തെ, അതിൽ പോവും. ആ റെയിൽ, അത് ഞാൻ എൻ്റെ അത് പറയണം, ആ റെയിൽവേ സ്റ്റേഷൻ വരെ ഈ സാധുക്കൾ ഇരിക്കുന്നുണ്ടാവുന്ന കഞ്ഞിക്ക് വേണ്ടിയിട്ട് ആലോചിച്ച് നോക്കുക. അപ്പോൾ ദാരിദ്ര്യം കൊടികുത്തി വാളിരുന്ന എൻ്റെ ഒരു നിഗമനം എന്താണെന്ന് ശ്രദ്ധിച്ചു. പുതിയ കാലത്തെ ആളുകൾക്ക് അതറിയില്ല. അപ്പൊ എൻ്റെ ഒരു നിഗമനം EMS ഇതൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ അതാവുന്നതിന് ചെറുപ്പത്തിൽ, അതെ, അദ്ദേഹം കുട്ടിക്കാലത്ത് മുതൽ തന്നെ ഈ ദൈന്യത കണ്ട് ജനങ്ങളെ ചൂഷകരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അടരാടി സമരം ചെയ്ത അതാണ് അതിന്റെ പോരാളിയായി. നമ്പൂതിരി സമുദായത്തിലെ കഷ്ടതകൾ, അവശതകൾ, സ്ത്രീകളുടെ, നമ്പൂതിരി അന്തർജനങ്ങളുടെ കണ്ണീര് കണ്ടിട്ടാണ് അദ്ദേഹം മോചനത്തിനായി ഇറങ്ങിയത്. പിന്നെ ഞാൻ പറയുമ്പോൾ പറയാതെ, അയ്യോ നിങ്ങൾ മരിച്ചു അദ്ദേഹം വാസു നമ്പൂരി പടമിട്ട് പാതാക്കര മന, ഇത്രയും ഒരു പാണ്ഡിത്യത്തിൽ മരിച്ചു. അധ്യാപകനായിരുന്നു EMSനെ പോലെ പറയാനുണ്ട്. ഇവിടെ ഇടത്തറയുണ്ട് ബ്രാഞ്ച്, അദ്ദേഹം ആശ ഇത്രയും ശുദ്ധനായിട്ട് ആളെ കാണില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കഥയാണ്. അപ്പൊ എന്നെ അതെനിക്കൊരു ഇടയ്ക്ക് പിന്നെ EMS ഒരു VC-യെ കാണാൻ പറയുമ്പോൾ VC-നെ പോയി അങ്ങോട്ട് പോയി കണ്ടു, മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി കണ്ടു, VC വൈസ് ചാൻസലർ പണ്ടേ, ഓർക്കുണ്ടോ?
ഒരു VC ഒരു വൈസ് ചാൻസലറിനെ ജോൺ മത്തായി അങ്ങനെ എന്തോ ഒരു പേരാ, വലിയൊരു ആളാണ്. അദ്ദേഹത്തെ പോയി സാർ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാമെന്ന് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു. അങ്ങനെ മനുഷ്യനാണ്, മനസ്സിലായില്ലേ? അല്ല അപ്പോൾ അതെ ഞാൻ കണ്ടു ജോൺ അങ്ങനെയൊക്കെ ആരെ ചെയ്യാന്നേ ഇപ്പോൾ. അപ്പോൾ അതെ അദ്ദേഹം EMS അപ്പോൾ EMS ഏലംകുളത്താണല്ലോ. അപ്പോൾ അദ്ദേഹം ഈ കൂട്ടിനൊരാളുണ്ടാവും. അപ്പോൾ അദ്ദേഹം രാത്രിയാണ്, കാലത്തും ഉച്ചയ്ക്കൊക്കെ ഈ ചർച്ചകളും ഇതൊക്കെയാണ്. അദ്ദേഹം രാത്രിയാണ് ഈ വീടുകൾ സന്ദർശിക്കുക. അപ്പോൾ ഈ പാതാക്കര നമ്പൂരിപ്പാടുണ്ട്, അതായത് ഈ വാസു നമ്പൂരിപ്പാടിൻ്റെ അച്ഛൻ, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ ഏലംകുളം ഇതിലൊക്കെ വളരെ അടുത്ത് ബന്ധമാണ്. അതെ അതെ പഴയ കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ അങ്ങാടിപ്പുറത്ത് ഏലംകുളത്ത് EMS 10 വയസ്സിൽ അങ്ങാടിപ്പുറത്ത് പോയിട്ട് തൊഴുതിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അല്ല ഞാൻ പറയാം. അപ്പം അതിനൊക്കെ അപ്പം അദ്ദേഹം ഞാൻ പാതാക്കരമ്പൂരിയുടെ ബന്ധം പറയുമ്പോൾ അപ്പം ഈ നമ്പൂരിപ്പാടിൻ്റെ ബന്ധം പറയുമ്പോൾ അദ്ദേഹം ഈ വാസനൂരിപ്പാടിൻ്റെ അച്ഛൻ അപ്പോൾ ഒരിക്കൽ EMS പറഞ്ഞു, നമ്പൂരി ഞാൻ ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാവും, ഈ കുന്നക്കാവിൽ അതുപോലെ ഇവിടെ ചെറുകര അവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനും വേറൊരാളും ഉണ്ടാവും. അപ്പോൾ എനിക്ക് രാത്രിയാണ് ഇവർ ഇതൊക്കെ ഒരു 6 മണി 7 മണി കഴിഞ്ഞാലാണ് ഇവർ പിന്നെ ഈ ചെറുകാടുണ്ടാവും ഒക്കെ ഇറങ്ങി. അപ്പോൾ എനിക്ക് കാലത്ത് അല്ല രാത്രി ഞാൻ എപ്പോഴും വരാൻ പറ്റില്ല. എനിക്ക് രാത്രി ഒരു ഗ്ലാസ് വെള്ളവും 2 പായയും എടുത്തു വെച്ചാൽ മതി. അപ്പം ഇദ്ദേഹം ഈ നമ്പൂരി EMSന് ഏലംകുളത്ത് നമ്പൂരിയാണ് അദ്ദേഹത്തിന്, അല്ലാണ്ട് ഇതൊന്നുമില്ല. ഞാൻ ഏലംകുളത്ത് നമ്പൂരിക്ക് വേണ്ടി ഇതൊക്കെ ഇത്ര പറ്റില്ല, ഊണ് കഴിക്കണം പറഞ്ഞത്. അല്ല അത് വേണ്ട, ഒന്നും വേണ്ട, അങ്ങനെ വെച്ചാൽ മതി പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഏലംകുളത്ത് അദ്ദേഹം ശരിയെന്ന് പറഞ്ഞു. EMS ഇതൊക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും നടക്കണമെന്നേ, ബസ്സും ഒന്നുമില്ലല്ലോ. അദ്ദേഹം ചിലപ്പോൾ 1 മണിയാവും എത്താൻ, ചിലപ്പോൾ 2 മണിയാവും പുലർച്ചെ എത്തും. അപ്പോൾ ഇദ്ദേഹം വായും ഒരു കിണ്ടി വെള്ളം വെക്കും. ജീവിതം നയിക്കുന്ന കാലാവും ജീവിതമല്ല, അന്ന് ജീവിതമായിട്ടില്ല. അന്ന് ഇവര് ആൾക്കാരുടെ തന്നെ അന്ന് ഒളിവിധത്തായിട്ടില്ല. എന്നിട്ട് അദ്ദേഹം അപ്പം അദ്ദേഹത്തിന് 2 ദിവസം അദ്ദേഹം തോന്നി, എനിക്ക് എങ്ങനെ ഞാൻ നോക്കട്ടെ അങ്ങോട്ട് ചെന്നപ്പോൾ അദ്ദേഹം പായൊക്കെ വൃത്തിയായിട്ട് മടക്കി വെച്ച് ആ പുതപ്പൊക്കെ അവിടെ വെച്ച് അദ്ദേഹം 4 മണിയാവുണ്ടെങ്കിൽ പോയിരിക്കണം. അപ്പോൾ ഒരു 3 മണിക്കൂർ അന്ന് ഉറക്കം കിട്ടിയിട്ടുണ്ടാവുള്ളൂ. കാരണം അതിലുണ്ട് അങ്ങനെ എഴുതി 2-3 പുസ്തകങ്ങൾ അങ്ങ് എഴുതിയിട്ടുണ്ട്. ഓർമ്മകളുടെ തുരുത്ത്, പറയൂ നിൻ ഗാനത്തിൻ, EMSന്റെ ലോകത്തിന്റെ EMS എന്ന ഞങ്ങളുടെ കുഞ്ചുന്ന അദ്ദേഹത്തെ മഹാനായ മനുഷ്യരെ കുഞ്ചുന്ന അറിയപ്പെടുക. അങ്ങനെ ധാരാളം പുസ്തകങ്ങൾ, ഇപ്പൊ ധാരാളം തിരക്കുകളിലുമാണ് അങ്ങ്. ഇനിയിപ്പോ കുടുംബജീവിതം എങ്ങനെയാ? അങ്ങയുടെ കുടുംബം? അത് എന്റെ കുടുംബം, ഞാൻ മാരേജ് ഒക്കെ എടുത്തത് ഭാര്യ രമ ടീച്ചർ, പറളി ഹൈസ്കൂളിലെ അകവൂർ മനയാണ്. അത് അവിടുത്തെ വലിയൊരു മനയാണ്. അകവൂർ മനയിലെ രമ ടീച്ചറാണ്. പറളി ഹൈസ്കൂളിലെ പ്രധാനാധ്യാപികയായിരുന്നു, ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. മക്കൾ 2 പേരാണ്. 2 പേര്, 2 പേരും എഞ്ചിനീയേഴ്സാണ്. ഒരാള് ബരിക്കാശ്ശേരി മന കൊടുത്തിട്ടുണ്ട്. മൂത്താൾ എന്താ പേര്? ആതിര ദേവിക. അതെ പേര്. മറ്റേ മരുമകന്റെ പേര് ഒരാളുടെ പേര് ശ്രീകുമാർ, മൂത്ത ആളുടെ. രണ്ടാമത്തെ കൃഷ്ണൻ. അതാണ് കുടുംബം. ഇങ്ങനെ പോകുന്നു. പുരസ്കാരങ്ങൾ ഒരുപാട്, ഒട്ടനവധി ചെറുതും വലുതുമായ പുരസ്കാരങ്ങളൊക്കെ തേടി എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ. ഇനിയും അങ്ങയുടെ എഴുത്തു ജീവിതം എത്ര പറഞ്ഞാലും മതിയാവില്ല. മഹാനായ EMSന്റെ കുടുംബക്കാരെന്നുള്ള ഞങ്ങൾക്ക് പടവുകൾക്ക് വലിയ സന്തോഷം തോന്നുന്നു. അങ്ങയെ കണ്ടതിലും സംസാരിക്കാൻ പറ്റിയതിലും വലിയ സന്തോഷം. എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ടോ അങ്ങേക്ക്? പ്രേക്ഷകരോട് ഞാനിതൊക്കെ എഴുതണത് അങ്ങനെ എനിക്ക് അങ്ങനെ അത്ര എന്താ ഒരു പാരമ്പര്യം എന്ന് പറയാം. അച്ഛൻ ഒരു ഇതായിരുന്നു, ഒരു സാഹിത്യകാരനായിരുന്നു പിന്നെ അന്നത്തെ കാലത്ത്. പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അങ്ങനെ വായനയിൽ നിന്ന് കിട്ടിയൊരു അനുഭവ സമ്പത്താണ്, അല്ലാതെ ഇപ്പോൾ ഉണ്ടാക്കിയില്ല. പിന്നെ ഞാൻ പഠിച്ചത് പട്ടാമ്പി ഗവൺമെൻറ് കോളേജിലാണ്. അവിടെ എനിക്ക് ഭാഗ്യവശാൽ എനിക്ക് അതൊരു എന്താ പറയുക, ഒരു സാഹിത്യമായിട്ടുള്ള അന്തരീക്ഷമാണ് എനിക്ക് കിട്ടിയിരുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാലോ, സാക്ഷാൽ പൊന്നശ്ശേരി നീലകണ്ഠ ശർമ്മ ഒക്കെ ജനിച്ചു വിടുന്ന നാടാണല്ലോ അവിടെ. പിന്നെ എന്നെ പഠിപ്പിച്ച അധ്യാപകർ ആറ്റൂർ രവിവർമ്മ സാറ് ഒക്കെ എന്നെ പഠിപ്പിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനൊരു എന്താ പറയുക, ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഞാൻ മുഴുവൻ ഉൾക്കൊണ്ടോന്നും പറയാൻ പറ്റില്ല, ഒന്നും ഇല്ല ഇനിയും. പിന്നെ ഇദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരായിട്ടുള്ള സംസർഗവും പൊതുജനങ്ങളായിട്ടുള്ള അത്യാവശ്യം ഇടപെടലുകളും അതുകൊണ്ട് ഒക്കെ ഈ
സ്റ്റേജിലെത്തിയതാണ്, അല്ലാതെ ഒന്നുമല്ല. അപ്പം TS ശങ്കരൻ ഭട്ടതിരിപ്പാട് അങ്ങയുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വ്യക്തികൾ സ്വാധീനം ചെലുത്തിയവർ ആരെങ്കിലും ഉണ്ടോ? അയ്യോ, എന്നെ കുറേ ആൾക്കാർ പല ഘട്ടങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഇപ്പോഴും എൻ്റെ സുഹൃത്ത് വലയം പറയാൻ പറ്റില്ല, അതിലും അധികം ഇതുള്ള എന്നെ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും നാഗാർജുന മാനേജിംഗ് ഡയറക്ടർ ശ്രീ ദേവദാസ് നമ്പൂതിരിപ്പാടാണ്. ദേവദാസ് നമ്പൂതിരിപ്പാട് അദ്ദേഹമാണ്. എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ വയ്യ. കാരണം അദ്ദേഹം വേറൊരു ആംഗിളിൽ ഞാൻ പറയാം, നമ്പൂതിരിമാർക്ക് വേണ്ടി EMS അവരൊക്കെ വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. പിന്നെ നമ്പൂതിരിമാരിൽ ചെറിയൊരു പല കാരണം കൊണ്ട് എല്ലാ സമുദായത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്ന് അവരെ പ്രത്യേകിച്ച് ഒരു താങ്ങായിട്ട് അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് ദേവദാസ് നമ്പൂതിരിപ്പാട്. സ്വർഗപുത്രീ നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാനഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രീ നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാനഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രീ നവരാത്രി. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസൻ്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസൻ്റെ കൽപ്രതിമയിൽ മാലയിട്ടു. മനോഹരായി. എന്തായാലും വലിയ പടവുകളിൽ വന്ന പ്രിയപ്പെട്ട TS ശങ്കരൻ ഭട്ടതിരിപ്പാടിന് തെക്കേടത്തുമന പറളിയിലാണ് താമസിക്കുന്നത്. എടത്തറയിലാണ് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത്. വലിയ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. താങ്ക് യു സർ. താങ്ക് യു.